അവർ വീട്ടിനകത്തില്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് പലപ്പോഴും ചോദിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്ന് ഇതിന്റെ ഇതിനോട് ചേർന്ന് വരുന്ന ഗ്രാമർ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവർ വീട്ടിനകത്തില്ലേ? ഇത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റണമെങ്കിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ആ, ഇതിന്റെ ടെൻസ് ആണ്. ഒന്നാമത്തെ കാര്യം ടെൻസ്, അതായത് അവർ വീട്ടിനകത്തില്ലേ എന്ന് പറയുന്ന ആ ഒരു വാചകം ഏത് ടെൻസിൽ പെടുന്നതാണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പോൾ നടക്കുന്നതാണ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ കഴിഞ്ഞു പോയതാണ്, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇനി വരാനിരിക്കുന്നതാണ്. അപ്പോൾ അവർ വീട്ടിനകത്തില്ലേ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്, ഇപ്പോൾ ഉള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഒരു പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അടുത്ത നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്. അവർ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, ഇംഗ്ലീഷിൽ അതിന് പ്ലൂറൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾക്ക് രണ്ട് കാര്യവും കിട്ടി. ഒന്ന്, ഇത് പ്രസന്റ് ടെൻസ് ആണ് ഈ വാചകം എന്ന് മനസ്സിലായി. രണ്ട്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് പൊതുവെ പ്രസന്റ് ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതലാവുകയും പ്രസന്റ് ടെൻസ് ആവുകയും ചെയ്താൽ ആർ കൊണ്ടാണ് നമ്മൾ ആർ കൊണ്ടാണ് ചോദ്യം ചോദിക്കുക. മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, ഇത് നമ്മൾക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ച് പഠിക്കുക. പ്രസന്റ് ടെൻസ് ആണ് ഒന്നിൽ കൂടുതൽ പേര് ഉണ്ടെങ്കിൽ, സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആർ ഉപയോഗിച്ചിട്ടാണ് ചോദ്യങ്ങൾ തുടക്കുക. അപ്പോൾ അവർ ഇല്ലേ എന്നുള്ളതിന് നോട്ട് എന്നുകൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. നോട്ടിന് നമ്മൾ സംസാര ഭാഷയിൽ ഇംഗ്ലീഷിൽ നോട്ട് എന്ന് പറയാറില്ല, ഇൻഡ് എന്നാണ് പറയുക. ആ നമുക്കതിന്റെ ഓ ക്യാൻസൽ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഇല്ലേ എന്നുള്ളത് ആറിൻഡ് എന്ന് നമുക്ക് കിട്ടി. അതിനുശേഷം അവർ എന്നുള്ളതിന് നമ്മൾ ദേ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവർ ഇല്ലേ എന്നുള്ളതും കിട്ടി. അത് ഏറ്റവും അവസാനമായി ഇൻസൈഡ് ദ ഹൗസ് എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നു, അതായത് വീടിന് അകത്ത്. അപ്പോൾ അവർ വീട്ടിനകത്തില്ലേ എന്നുള്ളത് നമുക്ക് ഒരു പൂർണ്ണവാചകം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ആറിൻഡ് ദേ ഇൻസൈഡ് ദ ഹൗസ് എന്നുള്ളതാണ് ആ വാചകം. എന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഡോണ്ട് ദേ ഇൻസൈഡ് ദ ഹൗസ് എന്ന് പറഞ്ഞുകൂടെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഡു എപ്പോഴും ഒരു ആക്ഷൻ വെർബിന്റെ കൂടെ മാത്രമേ ചേർന്ന് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡോണ്ട് ദേ ഇൻസൈഡ് ദ ഹൗസ് എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ ഒരു വെർബ് ഇല്ല എന്നുള്ളതാണ് ഈ സെന്റൻസിൽ നമുക്ക് മനസ്സിലാകുന്നത്. വെർബ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡു ഉപയോഗിക്കാൻ പറ്റില്ല. ആർ എന്നത് ഒരു ഓക്സിലറി വെർബാണ്, ദേ എന്നത് സബ്ജക്റ്റ് ആണ്, ഇൻസൈഡ് എന്നത് ഒരു പ്രപ്പോസിഷൻ ആണ്, ദ ഹൗസ് എന്നത് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ ഒരു വെർബ് ഇല്ല എന്ന് ഉറപ്പായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡോണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഒരു സെന്റൻസ് എങ്ങനെയാണ് ഒരു ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്ന് ഒരു ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.